ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നീതി എന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ആനി മാത്യു. ആദ്യത്തെ ചോദ്യം, നീതിമാർഗം ഉപദേശിച്ചതാരാണ്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. മത്തായി 21:32. അടുത്ത ചോദ്യം, പുറമെ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ആരുടെ വാക്കുകളാണ്? ഉത്തരം യേശുവിൻ്റെ. മത്തായി 23:28. അടുത്ത ചോദ്യം, നീതി എന്ന ഫലം കൊയ്യുന്നത് ആരാണ്? ഉത്തരം സമാധാനമുണ്ടാക്കുന്നവർ. യാക്കോബ് 3:18. അടുത്ത ചോദ്യം, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ എന്തായിരിക്കും? ഉത്തരം തേജസ്സേറിയത്. 2 കൊരിന്ത്യർ 3:9. അടുത്ത ചോദ്യം, ആരാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം ന്യായപ്രമാണം ആചരിക്കുന്നവർ. റോമർ 2:13. അടുത്ത ചോദ്യം, നീതിയുള്ള അധരങ്ങൾ പ്രസാദമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം രാജാക്കന്മാർക്ക്. സദൃശവാക്യം 16:13. അടുത്ത ചോദ്യം, നീതിക്ക് അടിമകളായി സമർപ്പിക്കേണ്ടത് എന്തിനെയാണ്? ഉത്തരം അവയവങ്ങളെ. റോമർ 6:19. അടുത്ത ചോദ്യം, നീതിയോടുള്ള അല്പം നല്ലത് എന്തിനേക്കാളാണ്? ഉത്തരം ന്യായരഹിതമായ വരവിനേക്കാൾ. സദൃശവാക്യം 16:8. അടുത്ത ചോദ്യം, നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ എങ്ങനെയാണ് ഉദിക്കുന്നത്? ഉത്തരം രോഗോപശാന്തിയോടെ. മലാക്കി 14:2. അടുത്ത ചോദ്യം, നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ വരുന്നത് എന്താണ്? ഉത്തരം മഴ. മത്തായി 5:45. അടുത്ത ചോദ്യം, നീതിമാന്റെ വീട്ടിൽ വളരെയുള്ളത് എന്താണ്? ഉത്തരം നിക്ഷേപം. സദൃശവാക്യം 15:6. അടുത്ത ചോദ്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് എവിടെ നിന്ന് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടും? ഉത്തരം സ്വർഗത്തിൽ നിന്നും. റോമർ 1:18. അടുത്ത ചോദ്യം, നീതി കാക്കുന്നത് ആരെയാണ്? ഉത്തരം സന്മാർഗയെ. സദൃശവാക്യം 13:6. അടുത്ത ചോദ്യം, നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് എന്താണ് തുറക്കേണ്ടത്? ഉത്തരം വാതിലുകൾ. യെശയ്യാവ് 26:2. അടുത്ത ചോദ്യം, നീതിമാൻ എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും? ഉത്തരം ലോഭിക്കാതെ. സദൃശവാക്യം 21:26. അടുത്ത ചോദ്യം, നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. ആരുടെ വാക്കുകളാണ്? ഉത്തരം ശലോമോന്റെ. സഭാപ്രസംഗി 7:20. അടുത്ത ചോദ്യം, നീതിയുടെ മാർഗത്തിൽ പ്രാപിക്കുന്ന കിരീടം ഏതാണ്? ഉത്തരം നരച്ച തല. സദൃശവാക്യം 16:31. അടുത്ത ചോദ്യം, നീതിമാന്മാർ എങ്ങനെയാണ് നിർഭയമായിരിക്കുന്നത്? ഉത്തരം
ബാലസിംഹം പോലെ. സദൃശവാക്യം 28:1. അടുത്ത ചോദ്യം, നീതിമാന്മാർക്ക് എന്താണ് പ്രതിഫലമായി വരുന്നത്? ഉത്തരം നന്മ. സദൃശവാക്യം 13:21. അടുത്ത ചോദ്യം, നീതിമാന് പ്രത്യാശയുള്ളത് എന്തിലാണ്? ഉത്തരം മരണത്തിലും. സദൃശവാക്യം 14:32. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.